യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നയതന്ത്ര നീക്കങ്ങൾ രാജ്യാന്തര തലത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ഏകപക്ഷീയമായ ദുരന്തമാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് യു.എസ്. ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവകൾ ഇന്ത്യ എടുത്തു കളയാമെന്ന് ഉറപ്പു നൽകിയിട്ടും അത് വൈകുന്നുവെന്ന് ആരോപിച്ചു. തന്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഈ പ്രസ്താവന വരുന്നത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെ നടന്ന ഇന്ത്യ റഷ്യ ചൈന ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് എന്നതിനാൽ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ട്രംപിന്റെ താരിഫ് സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്ന അസാധാരണമായ കാഴ്ചയ്ക്കാണ് ഷാങ്ഹായ് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അറിയിച്ചു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ ഈ നിലപാട് വലിയ വെല്ലുവിളിയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ ട്രംപിന്റെ ഭീഷണി ഇന്ത്യ കാര്യമാക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് മോദി ഇതിലൂടെ നൽകിയത്. ഉച്ചകോടി വേദിയിൽ മോദിയും പുടിനും പരസ്പരം ആലിംഗനം ചെയ്ത ചിത്രങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദിയും പുടിനും കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ഹ്രസ്വ ചർച്ചകൾക്ക് കണ്ടുമുട്ടി. അമേരിക്കയുടെ ഭീഷണി നയങ്ങൾക്കെതിരെ മൂന്ന് രാജ്യങ്ങളും ഒരേ നിലപാടെടുക്കുന്നതിന്റെ സൂചനയാണിത്. ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്കിടയിൽ വളരെ കാലത്തിനു ശേഷം ഒരു പൊതു നിലപാട് രൂപപ്പെട്ടുവെന്നത് ശ്രദ്ധേയമാണ്. ഇത് ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചേരിയുടെ രൂപീകരണത്തിന് കാരണമാകുമോ എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് ഉച്ചകോടി അംഗീകരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ചതിലൂടെയാണ്. ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്.